നമസ്കാരം. ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആ കപ്പാസിറ്റിയിലാണ് ഈ കഴിഞ്ഞ കുറച്ചു കാലമായി യൂണിവേഴ്സിറ്റി കോളേജിൽ നടക്കുന്ന ചില പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു സംഘടനയിലെ ആളുകൾ തന്നെ ആ സംഘടനയിലുള്ള കുട്ടികളെ തന്നെ തല്ലുന്നു. എതിർ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നു. കലാലയത്തിന്റെ ഒരു ഹരിത ഭംഗി നഷ്ടപ്പെട്ടു വരികയാണ്. 100-200 വർഷക്കാലത്തെ പാരമ്പര്യമുണ്ട് ആ കോളേജിന്. സ്കൂളായി തുടങ്ങി മഹാരാജാസ് കോളേജ് എന്ന പേര് വന്നു. പിന്നെയാണ് യൂണിവേഴ്സിറ്റി കോളേജ് എന്ന പേര് വന്നത്. ഡോക്ടർ കെ.ആർ. നാരായണൻ, ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതി, രാജാ രവിവർമ്മ, അയ്യപ്പ പണിക്കർ, പിന്നെ ONV കുറുപ്പ്, നെടുവട്ടം ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സാഹിത്യകാരന്മാർ, മരിച്ചുപോയ സാഹിത്യ പ്രതിഭകൾ, അധ്യാപക ശ്രേഷ്ഠന്മാർ എല്ലാവരും പഠിച്ചിരുന്നതും പഠിപ്പിച്ചിരുന്നതുമായ വലിയ പാരമ്പര്യമുള്ള ഒരു കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ്. അതിന് വലിയ പ്രതാപമുണ്ട്. ചരിത്രപരമായ ചില കടമകൾ നിർവഹിച്ചതിൻ്റെ കാൽപ്പാടുകൾ അവിടെ ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കുതിരപ്പട്ടാളത്തിനെതിരെ വിദ്യാർത്ഥികൾ പട നയിച്ചിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥികൾ സമരം നയിച്ചിരുന്നു. ക്ലാസ് മുടക്കി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പോയിരുന്നു. അത്ര വലിയ പാരമ്പര്യമുള്ള, അതിനകത്ത് കുതിരപ്പട്ടാളമൊക്കെ കയറിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജ്. അത്ര വലിയ പാരമ്പര്യമുള്ള ഒരു കോളേജാണ്. ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജുകളും മറ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകളും എൻവയോൺമെൻറ്റ് കോഴ്സുകളൊക്കെ പുറത്ത് ധാരാളം കോഴ്സുകളിൽ വന്നപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ പലപ്പോഴും ഈ പരമ്പരാഗത കോഴ്സുകൾ മാത്രമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേട്ട, ഞാനവിടെ പഠിച്ചതാണ്, അപ്പോൾ അവിടെ ഇടിമുറിയൊന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കേൾക്കുന്ന വാർത്ത, കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നതാണ്, അവിടെ ഇടിമുറിയുണ്ട്. ഒരേ പാർട്ടിയിൽ തന്നെ SFIയിൽ പെട്ട തന്നെ ഒരു ഭിന്നശേഷിക്കാരനെ SFIയുടെ തന്നെ ആളുകൾ, മുതിർന്ന മറ്റ് സെക്രട്ടറിയും അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞ എന്തോ വാക്ക് തർക്കമാക്കി വൈകുന്നേരം റൂമിൽ കൊണ്ടുപോയി ഇടിമുറി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി തല്ലി എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മാത്രം പ്രശ്നമായിട്ടല്ല ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. കേരളത്തിലെ ഏത് കോളേജ് എടുത്താലും, അത് ധനുവച്ചപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ അതായത് നെയ്യാറ്റിൻകര മുതൽ കാസർഗോഡ് ഏത് കോളേജ് എടുത്താലും ആ കോളേജിൽ ആർക്കാണോ അപ്പർ ഹാൻഡ്, ഇപ്പോൾ SFIക്ക് അപ്പർ ഹാൻഡുള്ള കോളേജുണ്ട്, വേറെ ആരും ഇവിടെ ഇല്ല. ABVPക്ക് അപ്പർ ഹാൻഡുള്ള കോളേജുണ്ട്, അവിടെയും മറ്റാരും ചിലപ്പോൾ കാണില്ല. KSUവിന് അപ്പർ ഹാൻഡുള്ള കോളേജ്, പിന്നെ വടക്കോട്ട് പോയി കഴിഞ്ഞാൽ MSF, പിന്നെ ചിലയിടത്ത് AGSF, പല സംഘടനകൾക്കും അപ്പർ ഹാൻഡുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ മന്ത്രി GR അനിൽ അവർകളൊക്കെ അവിടെ പഠിച്ചിരുന്നതാണ്. അപ്പോൾ അതേകൊണ്ട് പിന്നെ വളരെ പ്രമുഖരായിട്ടുള്ള ഒരുപാട് പാർട്ടി നേതാക്കളൊക്കെ അവിടെ പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ ഈ കോളേജുകളുടെ ഇപ്പോഴത്തെ ഒരു പല കോളേജുകളിലും ഇപ്പോൾ ഓട്ടോണമസ് കിട്ടിയ മഹാരാജാസ് കോളേജിനെ കുറിച്ചൊന്നും അത്ര നല്ല വാർത്തകളല്ല പുറത്തു വരുന്നത്. പല കോളേജുകളിലും സ്കൂളുകളിലും അത് ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുക, ഗഞ്ചാവ് ഉപയോഗിക്കുക, ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുക, ചെറിയ പ്രായത്തിലെ മദ്യപാനം ശീലമാക്കുക, വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ, ഇങ്ങനെ ഒരുപാട് ദുഷിച്ച ശീലങ്ങളൊക്കെ ക്യാമ്പസുകളിൽ കാണാൻ കഴിയുന്നു. പിന്നെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ട് എന്താണ് സ്വാതന്ത്ര്യം എന്നുള്ളതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കാതെ എന്തും ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം എന്നുള്ള ഒരു രീതിയിലേക്ക്, എനിക്കിഷ്ടപ്പെട്ടത് എന്തും ഞാൻ ചെയ്യും എന്നുള്ള പറയുന്ന ഒരു അബ്സല്യൂട്ട് ഫ്രീഡം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. കോളേജിൻ്റെ പ്രവേശന കവാടം മുതൽ വലിയ എപ്പോഴെങ്കിലും ഒരിക്കൽ സ്ഥാപിച്ചതായിരിക്കും, പിന്നെ അതെടുത്ത് മാറ്റത്തില്ല. ചിലപ്പോൾ ഇലക്ഷൻ വെച്ചതായിരിക്കും. അതിൻ്റെ കവാടങ്ങളും അതിനകവും, ഈവൻ വിമൻസ് കോളേജിൽ ചെല്ലുമ്പോൾ തന്നെ വിമൻസ് കോളേജിൻ്റെ ഫ്രണ്ടിൽ തന്നെ എല്ലാ പാർട്ടികളുടെയും കൊടികൾ, തോരണങ്ങൾ, ഇതൊക്കെ ഇലക്ഷൻ സമയത്ത് വെച്ചോളൂ. അല്ലാതെ നിങ്ങളൊരു പതാക അവിടെ വെച്ചോളൂ. നിങ്ങൾക്ക് ഒരു യൂണിറ്റ് ഉണ്ടെങ്കിൽ യൂണിറ്റിൻ്റെ ഒരു പതാക കൊടി നാട്ടിയാൽ ഒരിടത്ത് നാട്ടി, ബാക്കി ഇത് സമയം കഴിയുമ്പം ക്ലീനായി കിടക്കണ്ടേ? ക്യാമ്പസുകൾ എന്തുകൊണ്ട് ഹരിത ക്യാമ്പസുകളാക്കി മാറ്റുന്നില്ല? ഇത്രയും മഹാരഥന്മാർ പഠിച്ച കോളേജിൽ എന്തുകൊണ്ട് ഈ മഹാരാജാസ് കോളേജ് പോലെ അല്ലെങ്കിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പോലുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ മാറുന്നു? ഞാൻ പഠിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ 90കളുടെ കാലഘട്ടത്തിൽ സംഘർഷമുണ്ട്. എല്ലാ കാലവും ഉണ്ട് കോളേജുകളിൽ സംഘർഷം. SFIയും KSUവും SFI AGSF ഒക്കെ തമ്മിൽ വലിയ സംഘർഷം നടക്കാറുണ്ട്. തിരിച്ചുമൊക്കെ ABVP ഒക്കെ വലിയ സംഘർഷം നടക്കും. പക്ഷേ ഈ സംഘർഷങ്ങൾ പൊളിറ്റിക്കൽ സംഘർഷങ്ങളാണ്. ഇപ്പം അതല്ല. അതുപോലെ എതിരാളിക്ക് ഏത് പാർട്ടിക്കാണോ അപ്പർ ഹാൻഡ് ഉള്ളത് മറ്റ് പാർട്ടിക്കാർക്ക് നോമിനേഷൻ കൊടുക്കാൻ അവസരം കൊടുക്കും. മത്സരിച്ച് തോക്കും, മത്സരിച്ച് ജയിക്കും. അതല്ലേ ജനാധിപത്യം? ഇത് മത്സരം പലപ്പോഴും ഇല്ല. സിംഗിൾ ഏക പാനലാണ് വരുന്നത്. വോട്ടെടുപ്പില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് അധ്യാപകരുടെ ഒത്താശ അതിനകത്തുണ്ട്. കാലത്തിനനുസരിച്ച് മോഡേണൈസ് ചെയ്യുന്നില്ല, പ്രൊഫഷണലിസം ആകുന്നില്ല. ഒരിക്കൽ യൂണിവേഴ്സിറ്റി കോളേജിലെ ഡിഗ്രി വിഭാഗം ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയതാണ്. പക്ഷേ അത് നയപരമായ തീരുമാനമാണ്. അതിനകത്ത് അവിടെ വേണം വർക്ക് ചെയ്യണം എന്നുള്ളതൊക്കെ ഗവൺമെൻറ് തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ പോയിൻ്റായിട്ട്, വില്ലയായിട്ട് തീർച്ചയായും യൂണിവേഴ്സിറ്റി കോളേജ് പോലുള്ള, മഹാരാജാസ് കോളേജ് പോലുള്ള വളരെ പാരമ്പര്യമുള്ള കോളേജുകളെ നമുക്ക് അങ്ങനെ ആദ്യം കൺവെർട്ട് ചെയ്യാം. അപ്പോൾ ഇൻ്റർനാഷണൽ നോളജ് ഹബ്ബ്, യൂണിവേഴ്സൽ അല്ലെങ്കിൽ ഗ്ലോബൽ നോളജ് ഹബ്ബായിട്ടൊക്കെ മാറ്റുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നല്ല അവസരങ്ങൾ കിട്ടുകയും അവർക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയി നന്നായി ഹ്യൂമൻ റിസോഴ്സ് കൊടുത്ത് ജീവിക്കാനും ഒക്കെ പറ്റും.
ഇന്നിപ്പോൾ സംഭവിക്കുന്നത് കലാലയ രാഷ്ട്രീയം നിരോധിക്കണം എന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. പക്ഷേ കലാലയ രാഷ്ട്രീയത്തിന്, കാരണം കലാലയ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ തന്നെയാണ് പല നേതാക്കളും ഉണ്ടായി വരുന്നത്. കുട്ടികൾ സർഗ്ഗവാസനകളിലേക്ക് പോകണം, പ്രസംഗം അതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടണം, അവരവരുടെ നയം പറയണം. ഇപ്പം യൂണിവേഴ്സിറ്റി കോളേജിലായാലും മറ്റു കോളേജിലായാലും ഇലക്ഷൻ വരുമ്പോൾ, ഞാൻ ഇലക്ഷനിൽ മത്സരിച്ചിട്ടുള്ള ആളാണ്, സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പാനൽ ജയിക്കാൻ വേണ്ടി നമ്മൾ ക്ലാസ്സുകളിൽ കയറി ഇറങ്ങി പ്രസംഗിക്കും, കോമണായി ആഡിറ്റോറിയത്തിൽ എല്ലാവരും വിളിച്ച് സംസാരിക്കും, നമ്മുടെ തത്വങ്ങൾ പറയും. ആ കരിസ്മാറ്റിസം പറഞ്ഞ് ആ തത്വങ്ങളിലും ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് കുട്ടികൾ വോട്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ വോട്ട് ചെയ്യാനേ കുട്ടികൾ വരുന്നില്ല, ബാലറ്റ് നോമിനേഷൻ കൊടുക്കാൻ പലർക്കും സമ്മതിക്കുന്നില്ല, അപ്പോഴേ തല്ല് തുടങ്ങുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം മറ്റ് എതിരാളിയെ കിട്ടിയില്ലെങ്കിൽ സ്വന്തം പാർട്ടിക്കാരെ തല്ലാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും ഒരു ഭൂഷണമല്ല, മുമ്പോട്ട് നിൽക്കാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് ഇതൊക്കെ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് എടുക്കാം, വലിയ സംഭവമായിട്ട് എടുക്കുന്നില്ല. ഒരു ഒറ്റപ്പെട്ട ഒരു കോളേജിലെ സംഭവം എന്ന് തന്നെ പറയാം. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം, ധനുവേശ്വരം കോളേജിൽ വേറെ ഒറ്റപ്പെട്ട സംഭവം, അങ്ങനെ ഓരോ കോളേജ് എടുക്കുമ്പോൾ ഒറ്റപ്പെട്ട സംഭവം. പക്ഷേ സമൂഹമാകെ എടുക്കുമ്പോൾ ഒരുപാട് ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നു. അത് നല്ല ലക്ഷണമല്ല. അവിടെ ഇടിമുറി പോലുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് കൂട്ടണം. അതൊന്നും ഒരു കോളേജിനും രക്ഷയ്ക്ക് പവിത്രത ഉള്ള സ്ഥലത്തിന് അത് പാടില്ല. ഒരു സരസ്വതി ക്ഷേത്രം പോലെ വിദ്യാഭ്യാസം നടത്തുന്ന, നമ്മളുടെ പൗരനെ രൂപപ്പെടുത്തുന്ന, നമ്മുടെ സംസ്കാരത്തെ രൂപപ്പെടുത്തുന്ന, നമ്മുടെ ഭാഷാ പ്രാവീണ്യത്തെ രൂപപ്പെടുത്തി തരുന്ന, നമ്മുടെ ശാസ്ത്ര അഭിരുചി റെഡിയാക്കി തരുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കളരിയായിട്ട് നിൽക്കുന്നതാണ് ഈ കോളേജുകളൊക്കെ. അവിടെ മറ്റൊരു കാര്യവും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നതല്ല. നേരത്തെ അവിടുത്തെ ഒരു PSC റാങ്കിൽ വന്ന ഒരാളിനെ സംബന്ധിച്ച് വലിയ പരീക്ഷ എഴുതി, അയാൾ പഠിക്കാതെ പരീക്ഷ എഴുതിയെന്നും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടിയെന്നും തുണ്ട് വെച്ചെന്നും പിന്നെ വളരെ പ്രതിസന്ധികളാണ് വന്നത്. പിന്നെ അധ്യാപകരെ തല്ലുക, ഓപ്പോസിറ്റ് പാർട്ടിയിലുള്ള വനിതകളെ തല്ലുക, പ്രവർത്തിക്കാൻ അനുവദിക്കാതിരിക്കുക, ഇതൊന്നുമല്ല ജനാധിപത്യം. ജനാധിപത്യവും സോഷ്യലിസവും സ്വാതന്ത്ര്യവും സർഗാത്മകതയും ഒക്കെ പഠിക്കുന്നത് കലാലയങ്ങളിൽ നിന്ന് തന്നെയാണ്. അതൊരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റണം. മറ്റെല്ലാ സുഹൃത്ത് ബന്ധവും എല്ലാ അടിപൊളിയും എല്ലാം നടന്നോട്ടെ, പക്ഷെ അതോടൊപ്പം അത് നല്ല സാംസ്കാരിക കേന്ദ്രങ്ങൾ ചർച്ച അങ്ങനെ നടന്നിരുന്നു. പഴയ കാലത്ത് പ്രൊഫസർമാർ, മലയാളം പല പ്രൊഫസർമാരുടെയും ക്ലാസ്സുകൾ കേൾക്കാൻ, അവരുടെ പ്രഭാഷണം കേൾക്കാൻ പുറത്തുനിന്ന് തന്നെ ആളുകൾ വന്നിരിക്കുന്ന അവസരവും ഉണ്ടായിരുന്നിട്ടുണ്ട്. നല്ല പരിപാടികളെല്ലാം പ്രാവശ്യം നടക്കുമായിരുന്നു. ക്യാമ്പസിൽ മനോഹരമായ പിന്നെ പച്ചപ്പുണ്ടായിരുന്നു. ഒരുപാട് മുത്തശ്ശിമാർ നിൽക്കുന്ന സ്ഥലമാണ് യൂണിവേഴ്സിറ്റി കോളേജ്. പക്ഷേ വീണ്ടും പലതും നശിച്ചു തുടങ്ങി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ യൂണിവേഴ്സിറ്റി കോളേജ് വെച്ചാണ് ചർച്ച ആരംഭിച്ചത്. യൂണിവേഴ്സിറ്റി കോളേജിൽ ഇപ്പോൾ ഉണ്ടായത് സമ്മതിച്ചു, അത് ഉണ്ടായിപ്പോയി. ഇനിയിപ്പോൾ അതിനകത്ത് അത് കേസും വഴക്കും ക്രിമിനൽ ആക്ടിവിറ്റി അത് വേറെ വഴിക്ക് പോകും, എന്താ നമുക്കറിയില്ല. അത് ഗവൺമെൻറ് ചെയ്തോട്ടെ, ഞാൻ അതിനകത്ത് ബോധരേഷനുള്ള ആളല്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമായി ഞാൻ പറയുന്നത്, ഈ കലാലയങ്ങൾ, അത് വിമൻസ് കോളേജ് ആയാലും യൂണിവേഴ്സിറ്റി കോളേജ് ആയാലും മഹാരാജാസ് കോളേജ് ആയാലും, നമ്മൾ കോളേജിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ പഠിച്ച കോളേജ്, അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കോളേജ്, നമുക്ക് വേണ്ടപ്പെട്ടവർ പഠിപ്പിക്കുന്ന കോളേജ്, വേണ്ടപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന കോളേജ്, ഇതെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടത് തന്നെയാണ്. അത് പവിത്രമായി സൂക്ഷിക്കാൻ, ഏറ്റവും മനോഹരമായ ക്യാമ്പസായി സൂക്ഷിക്കുവാൻ അവിടുത്തെ പ്രിൻസിപ്പാളിനും മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പങ്കുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ തന്നെ പല പ്രിൻസിപ്പാൾമാരോട് സംസാരിച്ചിട്ടുണ്ട്, റിട്ടയർ ആയവരെ അല്ലാത്തവരെ, സർവീസിലുള്ളവരായിട്ട്. അവർ പറയുന്നത് നമുക്ക് പ്രയാസമാണ്, കാരണം സപ്പോർട്ട് കിട്ടുന്നില്ല, വിദ്യാർത്ഥികളുടെ സപ്പോർട്ടില്ല, സ്റ്റാഫ് സപ്പോർട്ടില്ല, പിന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടില്ല, ആരുടെ പബ്ലിക്കിൻ്റെ സപ്പോർട്ടില്ല. ആരുടെ സപ്പോർട്ടില്ലാതെ ഒരു പ്രിൻസിപ്പാളിനൊന്നും കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. പ്രിൻസിപ്പാൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഫാക്കൽറ്റി കൂടെ നിൽക്കണം, ഇവർ രണ്ടുപേരും നിൽക്കുമ്പോൾ സ്റ്റുഡൻസ് കൂടെ നിൽക്കണം. അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ വരുമ്പോൾ തന്നെ കൃത്യമായി കുട്ടികൾക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത്, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് മനോരോഗ ആ കൗൺസിലിംഗ് അല്ല, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒരു മോട്ടിവേഷനൊക്കെ കൊടുത്ത് അങ്ങനെ കോളേജിലേക്ക് കുട്ടികളെ സജ്ജമാക്കണം. കലാലയ രാഷ്ട്രീയവും ഇതുമായിട്ടൊന്നും കൂട്ടിക്കുഴയ്ക്കരുത്. ഇതൊക്കെ വ്യക്തിപരമായി ചെയ്യുന്ന, മൂല്യബോധമില്ലാതെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അതൊരു സംഘടനയുടെ പേര് ചെയ്യുമ്പോൾ വലിയ പ്രതിസന്ധിയൊക്കെ വരും, സംഘടനയ്ക്കും കൂടെയാണ് മോശം. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. കേരളത്തിലെ യൂണിവേഴ്സിറ്റി കോളേജുകളിൽ നിന്നും ഒരു മന്ത്രിയൊക്കെ വന്നില്ലേ, അതുപോലെ എത്രയോ വലിയ വലിയ നേതാക്കൾ, എത്രയോ ഇന്ത്യൻ പ്രസിഡന്റ് വരെ ഉണ്ടായ കോളേജാണ്. അത്രയും അഭിമാന സ്തംഭമായി നിൽക്കുന്ന സ്ഥാപനത്തെ ഇന്നേരം കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് കുട്ടിക്കളി കളിച്ച് അതിൻ്റെ പേര് നഷ്ടമാക്കരുത്. അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികളിൽ ഒരു അരിക്ഷിത ബോധവും ഉണ്ടാക്കരുത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ASF SFI ഭയങ്കര തല്ലാണ്. CPIയുടെ യുവജന സംഘടന ASF, CPMൻ്റെ സംഘടന SFI, നല്ല തല്ലാണ് അവിടെ നടക്കുന്നത്. പക്ഷേ അത് പൊളിറ്റിക്കലാണ്. ഇലക്ഷനോടനുബന്ധിച്ച് തല്ലൊക്കെ നടക്കും, പ്രകടനങ്ങൾ നടത്തുമ്പോൾ ചിലപ്പോൾ തള്ളുമൊക്കെ ഉണ്ട്. അല്ലാതെ ഇത്തരത്തിലുള്ള ഇപ്പം കണ്ടുവരുന്ന ആക്ടിവിറ്റീസ് ഒന്നും തന്നെ നമ്മൾ കണ്ടിട്ടില്ല, ഒരു കലാലയത്തിലും കണ്ടിട്ടില്ല. യൂണിവേഴ്സിറ്റി കോളേജ് മാത്രമല്ല, ഞാൻ പറഞ്ഞ പല കലാലയങ്ങളിലും ഏക വിദ്യാർത്ഥി സംഘടനകൾ മാത്രം പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് കൂടുതൽ വരുന്നത്. കാരണം അവർക്കൊരു അപ്രമാദിത്വവും മൊണോപ്പോളിയും കിട്ടുന്നുണ്ട്. അത് വരാതെ പ്രതിപക്ഷമില്ലാതെ പിന്നെ ആളുകളെ മത്സരിച്ച് തോൽപ്പിക്കാതെ ജയിക്കുന്നതിൽ വല്ല സുഖമുണ്ടോ? എന്തെങ്കിലും ജനാധിപത്യം ഉണ്ടോ? അപ്പോൾ പ്രതിപക്ഷം കൂടെ വേണമല്ലോ, അതായിരുന്നുള്ളതല്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ അവസരം കൊടുക്കുക. ഏത് കോളേജായാലും നല്ല കുഴപ്പം കാണിക്കുന്ന വിദ്യാർത്ഥികളെ സംഘടനയിൽ എടുക്കാതിരിക്കുക. ഞാനീ പറഞ്ഞ ഒരുപാട് ദുഷിച്ച ശീലങ്ങളുള്ള വിദ്യാർത്ഥികൾ ചിലപ്പോൾ വരും,
അവരെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് മുഖ്യധാരയിൽ കൊണ്ടുവരിക, നല്ല സർഗാത്മക ചർച്ചകൾ നടത്തുക. ഇതൊക്കെയാണ് നമുക്ക് കോളേജുകളിൽ നടക്കേണ്ടത്. അപ്പോൾ ഇത്തരം പിന്നെ ആട്ടോണമി കൊടുത്താൽ നന്നാകും എന്നൊക്കെ പറഞ്ഞ് മഹാരാജാസിന് ഇപ്പോൾ ആട്ടോണമി കിട്ടിയിട്ടുണ്ട്. എന്നിട്ടും അത് വേണ്ടത്ര മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അധ്യാപകരും ഒക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഈ പല കാര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. യൂണിയനൊക്കെ നല്ലതാണ്, സംഘടനയും നല്ലതാണ്. പക്ഷേ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വരുമ്പോൾ തീർച്ചയായും ഇല്ലാതാകുന്നത് നമ്മുടെ ഒരു വേറൊരു തലമാണ്, ഒരു അക്കാഡമിക് തലമാണ് ഇല്ലാതാകുന്നത്. അത് പാടില്ല. കോളേജുകളിൽ നന്നായി ഈ പ്രവർത്തനം നടക്കട്ടെ. തീർച്ചയായിട്ടും 100% ക്യാമ്പസുകളെ ഗ്രീൻ ക്യാമ്പസുകളാക്കി ഏറ്റവും മനോഹരമായ ക്യാമ്പസുകളാക്കി മാറ്റാൻ യൂണിയൻ നേതാക്കൾക്ക് കഴിയട്ടെ. അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കും അങ്ങനെ ചെയ്യാനുള്ള താല്പര്യവും സാഹചര്യവും ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. യൂണിവേഴ്സിറ്റി കോളേജിൽ ഈ ഉണ്ടായ കാര്യങ്ങൾ ഒരു നിമിത്തമായി നമുക്ക് എടുക്കാം. അവിടുത്തെ ഇടിമുറി ഉണ്ടെങ്കിലോ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി മനോഹരമായ ഒരു വിദ്യാലയ അന്തരീക്ഷം കൊണ്ടുവരാൻ എല്ലാ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവണം. രക്ഷാകർത്താക്കളുടെ ഭാഗത്ത് PTA ഒക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ കുട്ടികളുടെ ഭാഗത്തുനിന്ന്, സംഘടനകളുടെ ഭാഗത്തുനിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, എല്ലാറ്റിനുപരി പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെ ഒരു കാഴ്ചപ്പാടും പ്രവർത്തനവും ഉണ്ടാകട്ടെ.